إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 30 ലക്ഷത്തിലധികം ഹാജിമാർ വിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞു. അള്ളാഹു അനുഗ്രഹിച്ചാൽ വരുന്ന ബുധനാഴ്ചയോടുകൂടെ അവരെല്ലാം ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിന്നും ഏകദേശം 1.5 ലക്ഷത്തോളം ഹാജിമാർ വിവിധ ഗ്രൂപ്പുകൾ വഴിയും ഗവൺമെൻറ് വഴിയും അവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖബൂലും മബ്റൂറുമായ നിലയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിൽ ഈ മാസത്തിലെ പവിത്രതയും പുണ്യവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന, ഒരാഴ്ചക്കാലത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയാണ്. വേനലവധി കഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള തന്ത്രപ്പാടിലാണ്. പെരുന്നാൾ ആഘോഷം എന്ന ഒരു ചിന്ത മനസ്സിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പുതിയ കോഴ്സുകളെ പറ്റിയുള്ള ചിന്തയും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ നിലകൊള്ളുന്ന മാസത്തിൻ്റെ പുണ്യവും പ്രത്യേകതയും നമ്മൾ മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്കിനിടയിൽ അത് വിസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യം കെട്ട കാര്യമാണ് എന്നുകൂടെ മനസ്സിലാക്കുക.
എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നതിന് മുമ്പായി എന്തിനാണ് ഇങ്ങനെ പ്രത്യേകമായ ദിവസങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ഒരു ചെറിയ രീതിയിൽ നാം അറിഞ്ഞിരിക്കണം. അല്ലാഹു തആല മാനവ സമൂഹത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷം പ്രവാചകന്മാർക്കും നല്ല ആയുസ്, നല്ല ജീവിതം കൊടുത്തിരുന്നു, നല്ല ആയുസ് കൊടുത്തിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആയുസ് ഏകദേശം 1000 വയസ്സായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന ഷെയ്ഖുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നൂഹ് അലൈഹിസ്സലാം ആദ്യത്തെ മുർസലും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിൻ്റെ 14-ാം വചനത്തിൽ പറയുന്നുണ്ട്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നിശ്ചയമായും നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അയച്ചു. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, അദ്ദേഹം 1050 വർഷം കുറച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ 950 വർഷം അദ്ദേഹം ആ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി മനോഹരമായ ഒരു ഭാഗം പറയുന്നുണ്ട്. 250 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് നുബൂവത്ത് ലഭിച്ചത് എന്നും ഏറ്റവും വലിയ പ്രളയം തൂഫാനിന് ശേഷം 250 കൊല്ലം അദ്ദേഹം വീണ്ടും പ്രബോധനം നടത്തിയെന്നുമെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മരണരംഗം ഇമാം ഖുർത്തുബി ചില ഉദ്ധരണികൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിൽ മലക്കുൽ മൗത്ത് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, യാ നൂഹ് യാ അക്ബർ അൽ അംബിയാ യാ തവീൽ അൽ ഉംറി വയാ മുജീബ ദഅവതി, ഏറ്റവും പ്രായമുള്ള പ്രവാചകനെ അങ്ങയൊരു കാര്യം ചോദിക്കുന്നു, കൈഫ റഅയ്ത ദുനിയ, 950 കൊല്ലം ഭൂമിയിൽ ജീവിച്ചല്ലോ, ദുനിയാവിൽ ജീവിച്ചല്ലോ, ഈ ജീവിതത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, റജുലുൻ ബുനിയ ലഹു ബൈത്തുൻ ലഹു ബാബാനി, ഒരാൾക്ക് ഒരു വീട് നിർമ്മിക്കപ്പെട്ടു, ആ വീടിന് മുമ്പിലും പുറകിലും ഓരോ വാതിലുകളുമുണ്ട്. ഫദഖല മിൻ വാഹിദിൻ, ഒരു വാതിലിലൂടെ കയറി, വഖറജ മിനൽ ആഖർ, അടുത്ത വാതിലിലൂടെ ഇറങ്ങിപ്പോയി. 950 കൊല്ലം ജീവിച്ച ഒരു പ്രവാചകൻ ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു രസകരമായ ഉപമയാണത്. നമ്മളതിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും പ്രായത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗാമികളായ പ്രവാചകന്മാരുടെ സമൂഹം കഴിഞ്ഞുപോയി. എന്നാൽ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ സമൂഹം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു മാജാ സുനനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. 70-ൻ്റെ മുകളിലേക്ക് ജീവിക്കുന്ന ആളുകളുണ്ടാകാം, പക്ഷേ ഒരു ആവറേജ് കണക്കാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്. ഏകദേശം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് ഈ സമൂഹത്തിൻ്റെ ആയുസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ മുൻഗാമികൾ ചെയ്തിരുന്ന ഇബാദത്തുകൾ, അവരുടെ ആരാധനകൾ, ആ ആരാധനകളോട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൻ്റെ ആരാധനകളും പുണ്യങ്ങളും കുറഞ്ഞു പോകും എന്നുള്ളതായ ഒരു ആശയം അവിടെ വരുന്നുണ്ട്. അത് കുറഞ്ഞു പോകരുത് എന്ന് അള്ളാഹുവിന് നിർബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിമിതമായ കാലയളവിൽ ഓരോ പുണ്യപ്രവർത്തിക്കും 1 മുതൽ 10 വരെയും 10 മുതൽ 70 വരെയും 70 മുതൽ 70,000 വരെയും അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിച്ചു. അതും പോരാത്തതിൻ്റെ പേരിൽ അല്ലാഹു തആല കാറ്റഗറികൾ നിശ്ചയിച്ചു. പല കാറ്റഗറികളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പാപം പൊറുക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചു തന്നു. മുൻ സമുദായത്തിന് പാപം പൊറുക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇതിൻ്റെ എല്ലാം പുറമേയാണ് അല്ലാഹു തആല ചില ദിവസങ്ങളും ചില സമയങ്ങളും പുണ്യമായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആ ദിവസങ്ങളും സമയങ്ങളും മനുഷ്യൻ യഥാവിധി ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ മുൻഗാമികൾ ചെയ്തിരുന്ന ആരാധനകളുടെയും മുകളിൽ പുണ്യങ്ങൾ നേടാൻ പാകത്തിനുള്ള ഇബാദത്തുകൾ ഈ സമുദായത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ദിവസങ്ങളെ പുണ്യങ്ങളായി നിശ്ചയിച്ചുകൊണ്ട് ചില ദിവസങ്ങൾക്കും സമയങ്ങൾക്കും പവിത്രത നൽകിക്കൊണ്ട് നിശ്ചയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന്
ഈ വിഷയത്തെപ്പറ്റി പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ റമദാൻ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി 1000 വർഷത്തേക്കാൾ മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ദിനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ കണക്കാക്കിയിട്ടുള്ളത്. ഇസ്ലാമിയത്തിലും ജാഹിലിയത്തിലുമെല്ലാം മുൻഗാമികൾ അടക്കം എല്ലാവരും ദുൽഹജ്ജ് മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളാണ് എന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിച്ചതാണ്. ആ ദിവസത്തിൻ്റെ മഹത്വം പരിചയപ്പെടുത്താൻ അല്ലാഹു തആല സ്വീകരിച്ച രീതി ഒരു സത്യം ചെയ്തു പറഞ്ഞുകൊണ്ടാണ്. അതായത് ദുൽഹജ്ജ് 1 മുതലുള്ള ദിവസങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളുന്ന മഹത്വങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വൽ ഫജ്ർ, ഫജ്ർ തന്നെ സത്യം. ആ ഫജ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 1-ന്റെ ഫജ്റാണെന്നാണ് പറയുന്നത്. ഫജ്ർ തന്നെ സത്യം. വലയാലിൻ അശ്ർ, ദുൽഹജ്ജിന്റെ 10 ദിനങ്ങൾ തന്നെ സത്യം. വശഫഇ, പെരുന്നാൾ ദിവസം തന്നെ സത്യം. വൽ വത്രി, അറഫ ദിവസം തന്നെ സത്യം. ഒറ്റയും ഇരട്ടയും എന്നാണ് അതിനർത്ഥം. ഷഫ എന്ന് പറഞ്ഞാൽ ഇരട്ട, വത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ. പക്ഷെ അതിൻ്റെ വിശദീകരണത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യൗമുൻ നഹറാണ് ഷഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ദിനം. വൽ വത്ർ, ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫയാണ്. വൽ ലൈലി ഇദാ യസ്ർ, ചലിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയെ തന്നെ സത്യം. അതായത് ദുൽഹജ്ജ് 10-ന്റെ അസ്തമിക്കുന്ന രാത്രി, അത് അവസാനിക്കുന്ന രാത്രി തന്നെ സത്യം. അപ്പൊ ദുൽഹജ്ജ് 1-ന്റെ സുബഹി മുതൽ ദുൽഹജ്ജ് 10-ന്റെ രാത്രി വരെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നു, ഹൽഫി ദാലിക ഖസമുൻ ലിദി ഹിജ്ർ. കാര്യബോധമുള്ള ആളുകൾക്ക് ഈ സത്യത്തിന് ചിന്തിക്കാനുള്ള വകയുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട് ഇതിൽ. കാരണം അല്ലാഹു തആല വെറുതെ അല്ല ഒരു കുറേ ദിവസങ്ങൾക്ക് പവിത്രത പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ച ആ ഭാഗം പറയുന്നിടത്തും പറയുന്നുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിനായി വിളിക്കുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിനിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, കാൽനടക്കാരായിക്കൊണ്ടും ഇടുങ്ങിയ വഴികളിലൂടെയും ഒട്ടിയ ഒട്ടകത്തിൻ്റെ മുകളിൽ വാഹനങ്ങളിലൂടെയും എല്ലാം കയറി അവർ ഹജ്ജിനായി വന്നു ചേരുന്നതായി കാണാം. ആ വിളിക്ക് ഉത്തരം നൽകാൻ അവൻ നിശ്ചയിച്ചിട്ടുള്ളവർ ഏത് മാർഗേനയും അവിടെ എത്തുമെന്നുള്ളതാണ് ആ ആയത്ത് പറയുന്നത്. എന്തിനാണ് എത്തുന്നത് എന്ന് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള പ്രയോജനങ്ങൾക്ക് അവർ സാക്ഷികളാകാൻ വേണ്ടി. ഈ 10 ദിനങ്ങളിൽ അള്ളാഹു അവർക്കായി നിശ്ചയിച്ച കുറേ പ്രയോജനങ്ങളുടെ കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് സാക്ഷികളാകാനായിക്കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒട്ടകത്തിൻ്റെ മുകളിലായും കാൽനടക്കാരായിക്കൊണ്ടും വാഹനങ്ങളുടെ പുറത്തും അല്ലാതെയും എല്ലാം അവിടെ ആളുകൾ എത്തിച്ചേരും. വിളിച്ചോളാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹിനെ ഓർക്കുക അറിയപ്പെട്ട ദിനങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞത്. ആ അറിയപ്പെട്ട ദിനങ്ങൾ ഈ അയ്യാമുൽ അശ്ർ, ഈ 10 ദിനങ്ങളാണ് എന്ന് അതിൻ്റെ വിശദീകരണത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു തആല ചിലരെ ഈ ദിനങ്ങളുടെ പ്രയോജനങ്ങൾക്ക് നേരിട്ട് സാക്ഷികളാകാൻ വിളിച്ചു വരുത്തും. അങ്ങനെ വിളിച്ചു വരുത്തിയ ആളുകളാണ് ഈ 30 ലക്ഷത്തിലധികം ആളുകൾ. വിളിക്കാതെ പോയതല്ല, ചാൻസ് കിട്ടിപ്പോയി എന്നൊക്കെ പറയും. പക്ഷെ ആ ചാൻസ് എന്ന് പറഞ്ഞത് അള്ളാഹു നൽകിയ, അള്ളാഹു വിളിച്ച വിളിക്കുള്ള ഉത്തരത്തിൻ്റെ ആ പരിണിത ഫലമാണ്. ഹജ്ജിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹാജർ വിളിക്കും, ലബ്ബൈക പറയുക, ഞാനിവിടെ ഉണ്ട്, എൻ്റെ പ്രസൻഡിത അറിയിക്കുന്നു എന്ന് പറയുക. അത് ഖൽബിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിൽ അവിടെ എത്തും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം ആമിറുൽ ഖദ്ദാഫി എന്ന ഒരു ലിബിയക്കാരൻ്റെ ജീവിതത്തിൽ കണ്ടത്. ആമിറുൽ ഖദ്ദാഫി ലിബിയക്കാരനാണ്. ലിബിയയിലെ ഒരു പ്രസിദ്ധമായ എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന അവസാനത്തെ വിമാനത്തിൽ കയറാൻ വേണ്ടി ചെന്നെത്തിയതാണ് ആ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രാരേഖകളിൽ വന്ന എന്തോ ഒരു തകരാറ് മൂലം
അദ്ദേഹത്തിന് കൃത്യസമയത്ത് എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എയർപോർട്ടിനകത്തേക്ക് കയറാൻ വന്നപ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്തു. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഇനി ഈ കൊല്ലം ഹജ്ജിന് പോകണ്ട, അടുത്ത കൊല്ലം പോകാം, അള്ളാഹു വിധിച്ചിട്ടില്ല എന്ന് കണക്ക് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ആത്മാർത്ഥമായി നിയ്യത്തോടു കൂടെയാണ് ഈ ഹജ്ജിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പോകാനുള്ള അവസരം കിട്ടും. ആ വിമാനം പൊങ്ങി. ഇതൊരു കെട്ടുകഥയല്ല, ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു യാഥാർത്ഥ്യം. അത് ആ ഫ്ലൈറ്റിലെ പൈലറ്റുമാരുൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു യാഥാർത്ഥ്യമാണത്. അള്ളാഹുവിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഫ്ലൈറ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചിറക്കി. ഫ്ലൈറ്റിന് യന്ത്രത്തകരാറാണ് പോലും. ഫ്ലൈറ്റ് നന്നാക്കി തിരിച്ച് വീണ്ടും പറക്കുമ്പോഴും ഈ ആമിറുൽ ഗദ്ദാഫിയെ കൂട്ടാൻ തയ്യാറായില്ല പൈലറ്റ്. പക്ഷെ വീണ്ടും ആ ഫ്ലൈറ്റ് തകരാറ് മൂലം ഇറങ്ങി, രണ്ടാമതിറങ്ങി. അവിടെ പൈലറ്റിന് മനസ്സിലായി, ഇനി പോകണമെങ്കിൽ ആര് വേണം? അള്ളാഹു വിളിച്ചൊരു വ്യക്തി അവിടെ ഉണ്ട്, അയാളെ കൂട്ടിക്കൊണ്ടല്ലാതെ പോകാൻ കഴിയില്ല. പൈലറ്റ് ആമിറുൽ ഗദ്ദാഫിയെയും കയറ്റിക്കൊണ്ടാണ് രണ്ടാമത് ഫ്ലൈറ്റ് ഉയർത്തിയത്. നമ്മളറിയണം, വിളിക്ക് ഉത്തരം നൽകിയത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അവിടെയുള്ള പ്രയോജനങ്ങളെ നേരിട്ട് കാണിച്ച് തരാൻ വേണ്ടി അള്ളാഹു താല അവിടെ എത്തിക്കും നമ്മളെ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ആത്മാർത്ഥമായ വിളിക്കുത്തരം നൽകാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ തയ്യാറാകണം. അടുത്ത കൊല്ലത്തേക്കുള്ള ഹജ്ജിൻ്റെ യാത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പ്രായമായില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് ഹജ്ജിന് പോകാത്ത ചില ആളുകളുണ്ട്. ഹജ്ജ് എന്നുള്ളത് പ്രായമല്ല അതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഏതായാലും വിഷയത്തിലേക്ക് വരാം. അപ്പോൾ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുന്നത്, ആ മഹത്വങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി അള്ളാഹു താല ഹാജിമാരെ അങ്ങോട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകും. ബാക്കിയുള്ള ആളുകൾ ഇവിടെ ആ പുണ്യങ്ങൾ നേടിക്കൊണ്ടേയിരിക്കുക. ഒരു പക്ഷേ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ആ മഹത്വത്തെ പൂർണ്ണമായും മനസ്സിലാക്കി ഒരാൾ അമലുകൾ ചെയ്യുകയാണ് എങ്കിൽ ഒരു ഹാജി നേടുന്നതിനേക്കാൾ പുണ്യം അയാൾക്ക് ഇവിടെ ഇരുന്ന് നേടാൻ കഴിയും. അതിന് ആ മഹത്വങ്ങൾ എന്താണെന്നറിയണം. ഉലമാക്കൾ പറയുന്നുണ്ട്, ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന അയ്യാമ അശരി ദിൽ ഹിജ്ജത്തി അഫ്ളലു മിൻ അയ്യാമിൽ അശരിൽ അവാഖിരി മിൻ റമളാൻ. ദുൽഹിജ്ജ മാസത്തിൻ്റെ 10 ദിവസം, ആദ്യത്തെ 10 ദിവസത്തിൻ്റെ പകലുകൾ, ആ പകലുകൾ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസത്തിൻ്റെ പകലുകളേക്കാൾ മഹത്വമുള്ളതാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പകലുകൾക്കാണ് പ്രാധാന്യം ഇവിടെ. എന്നാൽ വലയാലിയൽ അശരി മിൻ റമളാന, റമളാനിൻ്റെ 10 ദിവസത്തെ അവസാനത്തെ 10ൻ്റെ രാത്രികൾ അഫ്ളലു മിൻ ലയാലിൽ അശരി മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ 10 ദിവസത്തിൻ്റെ രാത്രിയേക്കാൾ മഹത്വമുള്ളതാണ്. അപ്പോൾ അവിടെ രാത്രിക്കാണ് മഹത്വം, ഇവിടെ പകലിനാണ് മഹത്വം. ആ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ആ 10 ദിവസങ്ങളാണ്. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ആ 10 ദിവസങ്ങൾ എന്ന് റസൂൽ പറഞ്ഞുള്ളൂ. അത് റമളാനിന്റെ അവസാനത്തെ 10ന്റെ രാത്രിയും ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ന്റെ പകലുമാണ് എന്ന് അതിൻ്റെ വിശദീകരണത്തിലും കാണാൻ കഴിയും. എന്താ അതിൻ്റെ കാരണം? ഈ മഹത്വത്തിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഒന്നാമത്തെ കാരണം ഉമ്മുഹാത്തുൽ ഇബാദാത്താണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വഹിയ അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജു വലാ യഅതി ദാലിക ഫീ ഗൈരിഹാ. അതായത് ഈ 10 ദിവസങ്ങളിൽ എല്ലാ ആരാധനകളും സംഗമിക്കുകയാണ്. അങ്ങനെ എല്ലാ ആരാധനകളും സംഗമിക്കുന്ന ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളല്ലാതെ മറ്റൊരു ദിവസങ്ങളിലുമില്ല, ഒരു മാസത്തിലുമില്ല. ഏതൊക്കെയാണ്? തൗഹീദിന്റെ വചനങ്ങളായ തക്ബീറുകൾ, അല്ലാഹു അക്ബർ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, തൗഹീദിന്റെ വചനങ്ങളാണ്. നമസ്കാരങ്ങൾ, ജുമുഅകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കൊല്ലം നമുക്ക് ദുൽഹിജ്ജ 10-ൽ 2 ജുമുഅ ലഭിക്കുന്നുണ്ട്, ജുമുഅകൾ. അതേപോലെ നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ബലികർമ്മങ്ങൾ എല്ലാം സംഗമിക്കുകയാണ് ഈ 10 ദിവസം. അതുകൊണ്ടാണ് ഇത് ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദാത്തുകളുടെ നേതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന പേരിൽ ഈ ദിവസങ്ങളെ അറിയപ്പെടാൻ കാരണം. ആ പ്രത്യേകതകൾ പറയുന്നിടത്ത് കാണാം, അഫ്ളലുൽ അമൽ, അഅ്ളമുൽ അമൽ, അഹബ്ബുൽ അമൽ.
അഫ്ദലുൽ അമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ, അഅ്ലമുൽ അമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ അമലുകൾ, അഹബ്ബുൽ അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലൊക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂന്നിലേക്കും ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മൽ അമലു ഫി അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസം ചെയ്യുന്ന അമലുകൾ അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി, ഈ മാസത്തിൽ ചെയ്യുന്ന ഈ 10 ദിവസം അല്ലാത്തതിൽ ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ഈ 10 ദിവസം ചെയ്യുന്ന അമലുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ മഹത്വമാണ്, ഏറ്റവും വലുത് ജിഹാദല്ലേ, ജിഹാദിനേക്കാൾ മഹത്വമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ 10 ദിവസം ചെയ്യുന്ന അമലുകൾക്ക്. പക്ഷേ ജിഹാദും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇല്ലാ റജുലുൻ ഖറജം യുഖാതിറു ബിനഫ്സിഹി വബിമാലിഹി വലം യർജിഅ ബിശൈഇൻ, അയാൾ ജിഹാദ് ചെയ്യാൻ പോയി, അയാളുടെ ശരീരവും സമ്പത്തുമായി ജിഹാദ് ചെയ്യാൻ പോയി, ഒന്നും തിരിച്ചു വന്നില്ല, അയാൾ ഷഹീദായി, എങ്കിൽ അയാൾക്കാണ് മഹത്വം. അയാൾ തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ ആ ജിഹാദിനേക്കാൾ മഹത്വമാണ് ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്ന് പറയുമ്പോൾ ചെറുതല്ല. അതുപോലെ അഅ്ലമുൽ അമലുകൾ, അമലുകളിലെ മുഖ്യമായ അമല്, അതും പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി മിനൽ അമലി ഫീഹിന്ന ഫീ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസം ചെയ്യുന്ന അമലുകളെക്കാൾ പ്രാധാന്യമുള്ള അമലുകൾ വേറെ ഒന്നുമില്ല എന്നും അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. അഹബ്ബുൽ അമലിനെ പറ്റി പറയുന്നിടത്തും കാണാം, മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹി, സ്വാലിഹായ ഏതൊരു അമലുകളുണ്ടോ ഫീഹിന്ന, ഈ ദിവസങ്ങളിൽ, അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, മിൻ ഹാദിഹിൽ അശ്ർ, ഈ 10 ദിവസത്തേക്കാൾ ഇഷ്ടമായ മറ്റൊരു അമലുകളും ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഏറ്റവും മുഖ്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും ഇഷ്ടമാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ മാസത്തിൽ ഈ 10 ദിനങ്ങളിലാണ് യൗമു അറഫയെ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൗമു അറഫ അതൊരു ഖുത്ബയുടെ സമയപരിമിതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, യൗമു അറഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എണ്ണി പറയുന്നുണ്ട്. യൗമു അറഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? മനുഷ്യൻ എന്ന മാനവവംശം, മനുഷ്യവർഗം, ആ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും അഴിച്ചു വെക്കുന്ന ദിവസമാണെന്ന്. എല്ലാ ചിഹ്നങ്ങളും അഴിച്ചു വെക്കും. ഞാൻ റോട്ടിലൂടെ നടന്നു പോയാൽ അത് ഇന്ന വ്യക്തിയാണെന്ന് അറിയാൻ പറ്റും. നിങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി റോട്ടിലൂടെ നടന്നു പോയാൽ അത് ഇന്ന വ്യക്തിയാണെന്ന് അറിയാൻ പറ്റും, അല്ലേ? രാജ്യത്തിൻ്റെ ഭരണാധികാരി റോട്ടിലൂടെ പോയാൽ അത് ഭരണകർത്താവാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷേ യൗമു അറഫയുടെ അന്ന് അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാവരും ഒറ്റ വേഷത്തിലായിരിക്കും. അവൻ്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും അഴിച്ചു വെച്ച് അവൻ മനുഷ്യൻ എന്ന ആ പരിധിയിലേക്ക് ഒതുങ്ങുന്ന ദിവസമാണ് യൗമു അറഫ. അതുകൊണ്ടാണ് ആ ദിവസത്തെ ഏറ്റവും മഹത്വമായി പ്രഖ്യാപിച്ച കൂട്ടത്തിൽ, അതിൻ്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് യൗമ ഇക്മാലി ദീനി വ ഇത്തിമാമിൻ നിഅമതി. ആ ദിവസമാണ് നമ്മുടെ ദീൻ പൂർണ്ണമായത്. ലോകത്ത് പൂർണ്ണമായ മതം എന്ന് പറഞ്ഞൊരു മതം ഇല്ല, അത് ഇസ്ലാം അല്ലാതെ. ഇസ്ലാം മാത്രമാണ് ലോകത്ത് സമ്പൂർണമായ മതം. മറ്റ് മതത്തിൻ്റെ ഏത് കാര്യങ്ങൾ എടുത്താലും അതിലെല്ലാം അപൂർണതയുണ്ടാകും, ന്യൂനതകളുണ്ടാകും. പക്ഷേ ഇസ്ലാമിൻ്റെത് ഇന്നത് ന്യൂനതയാണ് എന്ന് ചില വക്ക് പൊട്ടിയ ആൾക്കാർ എന്തെങ്കിലും വിളിച്ചു പറയുന്നു എന്നല്ലാതെ ആധികാരികമായി ഇന്നും സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും ന്യൂനതകൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 45-ാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ്. അന റജുലൻ മിനൽ യഹൂദി, ഒരു ജൂതൻ വന്നു. ജൂതൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നായക, ആയത്തും ഫി കിതാബിക്കും തഖ്റഊനഹ, നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ ഓതുന്ന ഒരു ആയത്ത്, ലൗ അലൈനാ മഅശ്റൽ യഹൂദി നസലത്ത്, ഞങ്ങൾ ജൂത സമൂഹത്തിനാണ് ആ ആയത്ത് ഇറങ്ങിയിരുന്നത് എങ്കിൽ ലത്തഖ്നാ ദാലിക്കൽ യൗമ ഈദ, ആ ദിവസം ഞങ്ങൾ പെരുന്നാളായിട്ട് ആഘോഷിക്കും. അങ്ങനത്തെ ഒരു ആയത്ത് ഖുർആനിലുണ്ടെന്ന് ജൂതൻ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അയ്യോ ആയത്തിൻ, ഏത് ആയത്താണ്? ജൂതം വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാം വചനം പാരായണം ചെയ്തു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർണ്ണമാക്കി, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി,
ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട മതമായി പ്രഖ്യാപിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണത് ആ ആയത്തിലുള്ളത്. അദ്ദേഹം ആ വചനങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വൽ മക്കാൻ, ആ ആയത്ത് ഇറങ്ങിയ സന്ദർഭവും ആ സ്ഥലവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ലദീ നസലത്ത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅത്തി, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫ ദിനത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് ആ ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളുടെ മഹത്വങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ദീനിന്റെ സമ്പൂർണത. ആ സമ്പൂർണതയെ നമ്മൾ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് ഇല്ലയോ അത് മറ്റൊരു കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, അഭിമാനത്തോടുകൂടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും, എൻ്റെ ദീൻ, എൻ്റെ റബ്ബ് എനിക്ക് ഇറക്കി തന്ന എൻ്റെ ദീൻ, ഇതിലൊരു പാകപ്പിഴവുമില്ല, ഇതിനൊരു കുറവുമില്ല. ആരെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം കിടന്നൊച്ചയെടുത്താലും എൻ്റെ ദീനിനൊരു ന്യൂനതയുമില്ല എന്ന് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. അത് നമ്മുടെ അഭിമാനമാണ്. ആ അഭിമാനത്തിൻ്റെ ദിവസമാണ് യൗമു അറഫ. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 2 സൂറത്തുകളിൽ, ഒന്ന് 85-ാം അധ്യായം സൂറത്തുൽ ബുറൂജിന്റെ 3-ാം വചനത്തിലും 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിന്റെ 3-ാം വചനത്തിലും അല്ലാഹു തആല യൗമു അറഫയെ പറ്റി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിലെ നോമ്പ്, സിയാമു യൗമു അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനതൽ മാദിയത വസ്സനതൽ ഖാബിലത. മാഷാ അല്ലാഹ്, യുകഫിറു അസ്സനതൽ മാദിയത വസ്സനതൽ ഖാബിലത, വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെയും എല്ലാ ന്യൂനതകളും അല്ലാഹു തആല, തിന്മകളും അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒറ്റ നോമ്പ് കൊണ്ടാണ്, ഒരൊറ്റ നോമ്പ് കൊണ്ട്. അതാണ് ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞത്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വിശാലതയാണതല്ല. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും പുണ്യങ്ങൾ കൂടുതൽ നേടാനുമുള്ള അവസരങ്ങൾ തരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും കഫാറത്ത്, അതായത് പ്രായശ്ചിത്തമായിക്കൊണ്ട് നാം ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു തരികയാണ്. ഏതൊഴിച്ച്? വൻപാപങ്ങൾ ഒഴിച്ച്. വൻപാപങ്ങൾക്ക് ഇത് ഈ പരിഗണനയില്ല. വൻപാപങ്ങളുടെ താഴെയുള്ള ബാക്കി ഏത് തിന്മകളും അല്ലാഹു തആല ഈ ഒറ്റ നോമ്പ് കൊണ്ട് ഇല്ലാതെയാക്കുമെന്ന് പറയുമ്പോൾ ഈ നോമ്പിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും എല്ലാ നോമ്പുകളും, സുന്നത്ത് നോമ്പുകളും ഫർദ് നോമ്പുകളും എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ അറഫ നോമ്പ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും സുന്നത്തല്ല. അറഫ നോമ്പെടുക്കൽ ഹറാമായ ഒരു വിഭാഗമുണ്ട്. അതാരാ? ഹാജിമാർ. അവർക്ക് അറഫ നോമ്പെടുക്കാൻ പാടില്ല. അവര് ഹജ്ജിന് വേണ്ടി അറഫയിൽ നിൽക്കുമ്പോൾ അന്നവർ പെരുന്നാൾ പോലെ ആഘോഷിക്കണമെന്ന, ഭക്ഷണം കഴിക്കണമെന്ന, അന്നവർക്ക് നോമ്പെടുക്കൽ ഹറാമാണ്. ബാക്കി എല്ലാവർക്കും ആ നോമ്പെടുക്കൽ സുന്നത്തുമാണ്. അപ്പൊ അത്രയും മഹത്വമുണ്ട്. ഇനിയും അതിലേക്ക് ചേർത്ത് പറയാൻ നിരവധി സംഭവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിന്റെ 173, 72, 73 വചനങ്ങളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ. നമ്മളോടൊരു കരാറ് വാങ്ങിയ ഒരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചൊരു ദിവസം. ആ ദിവസത്തെ പറ്റി പറയുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ അഖദൽ മീസാഖ മിൻ ദഹരി ആദം. ആദം നബിയുടെ മുതുകിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഒരു കരാറ് വാങ്ങിച്ചു. അത് വാങ്ങിച്ചത് ഈ അറഫയിൽ വെച്ച്, അറഫ ദിനത്തിന്റെ അന്നാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞാൽ തീരാൻ പാകത്തിനല്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ഖുത്ബയുടെ പരിമിതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല അതിന്റെ മഹത്വങ്ങൾ. അത്രയും മഹത്വങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, ഈ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് റമദാൻ വന്നപ്പോൾ കാണിച്ച ആ ഉത്സാഹം പോലെ ദുൽഹജ്ജ് വന്നപ്പോൾ ഉത്സാഹം കാണിച്ചവർ എത്ര പേരുണ്ടാകും? ഈ ഇത്രയും മഹത്വമുള്ള ദിവസങ്ങളാണ്. നമ്മുടെ ആളുകൾ പലരും ഈ ദിവസങ്ങളുടെ മഹത്വങ്ങളെ വിസ്മരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും പാടില്ല. ഇത് വിസ്മരിക്കുക എന്നുള്ളത് ഇസ്ലാം വിരുദ്ധ ലോബിയുടെ ലക്ഷ്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വങ്ങളിലേക്ക് നാം മടങ്ങിയെത്തുക,
അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറൂർ റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അറഫ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ട ഒരു പ്രധാനമായ കാര്യം നമ്മളെല്ലാ വർഷവും പറയാറുള്ളതാണ്. നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നൊരു വസ്വാസ് കൂടെയാണ്. അതായത് യൗമു അറഫ ദിവസം മക്കയിൽ വെള്ളിയാഴ്ചയാകുമ്പോൾ നമ്മൾ നോമ്പെടുക്കേണ്ടത് വ്യാഴാഴ്ചയാകുമ്പോൾ നമ്മൾ നോമ്പെടുക്കേണ്ടത് വ്യാഴാഴ്ചയല്ലേ? ദിവസത്തിൽ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആ സംശയം ഇന്നും തീർന്നിട്ടില്ല. എല്ലാ ദുൽഹജ്ജ് മാസത്തിലും ആ സംശയം എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൽ പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം തന്നെയാണ്. ഉലമാക്കൾ അവരുടേതായ നിഗമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളവിടെ നിഗമനങ്ങളോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ യുക്തിയും കൂടെ കൊടുക്കണം. അവിടെ അറഫ അന്നാണോ നമ്മളിവിടെ നോമ്പെടുക്കേണ്ടത്? അതിന് ചില ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്, അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെന്നുള്ളത്. അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അറഫയിൽ രാഷ്ട്രീയ റാലിക്ക് പോയ ആൾക്കാരല്ല അവിടെയുള്ള ആളുകൾ. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പോലത്തെ പരിപാടിയൊന്നും ഇസ്ലാമിലില്ല താനും അങ്ങനത്തെ പരിപാടികൾ. മറിച്ച് യൗമു അറഫ നമുക്ക് ആർക്ക് ദുൽഹജ്ജ് 9 ആർക്കുണ്ടോ അവരെല്ലാം യൗമു അറഫ ആ ദിവസമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ അറഫയിൽ നിൽക്കുന്ന ആളുകളോട് നമ്മളിവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് റമദാൻ മാസത്തിൽ അവിടെ മഗ്രിബിൻ്റെ വാങ്ക് മൊബൈലിലൂടെ കേട്ടാൽ ഇവിടെ നോമ്പ് തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് ആ സമയങ്ങളുടെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രബലമായ അഭിപ്രായം നമുക്ക് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നമ്മുടെ യൗമു അറഫ, അന്നാണ് നമ്മൾ അറഫ നോമ്പ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഈ ഉളഹിയ്യത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾ മുടി, നഖം പോലെയുള്ളവ നീക്കം ചെയ്യാനുള്ള സമയം അത് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഇബാദത്തായിട്ടാണ് തക്ബീറിനെ കാണുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ദുൽഹജ്ജ് 1 മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് പറയുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും പ്രബലമായ അഭിപ്രായം അറഫ ദിവസത്തിൻ്റെ സുബഹി മുതലാണ് തക്ബീറിൻ്റെ സമയം ആരംഭിക്കുന്നത്. അപ്പോൾ ആ തക്ബീർ നമ്മൾ പരമാവധി അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ തക്ബീർ പരമാവധി നമ്മൾ സുബഹി മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അസ്ർ വരെയും പരമാവധി നമ്മൾ നിർവഹിക്കുക. പ്രത്യേകിച്ച് 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം ബലിമൃഗത്തെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ കാണുമ്പോൾ, അതുപോലെ മസ്ജിദുകൾ കാണുമ്പോൾ, പള്ളിയിലേക്ക് ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോഴെല്ലാം ഈ തക്ബീർ വർദ്ധിപ്പിക്കാം. അത്രയും കാര്യങ്ങൾ നമ്മൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ അമലുകളുടെ കൂട്ടത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ മഹത്വങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.